നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നടക്കുന്ന അതീവ പ്രാധാന്യമുള്ള ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കയറാൻ കാടടച്ച പ്രചാരണമാണ് നിലമ്പൂരിൽ മുന്നണികൾ നടത്തുന്നത്. UDFന് പിന്തുണ പ്രഖ്യാപിച്ച വെൽഫെയർ പാർട്ടി തീരുമാനത്തെ ചൊല്ലി മൂർച്ചയുള്ള വാക്പോര് ഇന്ന് നിലമ്പൂരിൽ കണ്ടു. വരും ദിവസങ്ങളിലെ പ്രചാരണങ്ങളിലും ഇത് സജീവ ചർച്ചയായി മാറും. നേതാക്കളും കൂടുതൽ പ്രവർത്തകരും മണ്ഡലത്തിലേക്ക് ഒഴുകിയെത്തുമ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നിലമ്പൂരിൽ പോരാട്ടം കൂടുതൽ കടുക്കും. 9 ദിവസത്തിനപ്പുറം നിലമ്പൂർ ജനത പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ്. നിലമ്പൂരിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDFന് പിന്തുണ പ്രഖ്യാപിച്ച വെൽഫെയർ പാർട്ടി തീരുമാനത്തെ ചൊല്ലി വാക്പോര്. വർഗീയ ശക്തികളുടെ കേന്ദ്രീകൃത രൂപമായി UDF മാറി എന്നാണ് CPIMന്റെ ആരോപണം. എന്നാൽ LDFനുള്ള PDP പിന്തുണയെ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ന്യായീകരിച്ചു. ജമാഅത്തെ ഇസ്ലാമി നേതാക്കളുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തിയിട്ടുണ്ടെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ മറുപടി. ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടി തിരഞ്ഞെടുപ്പിൽ UDFനെ പിന്തുണയ്ക്കുമെന്ന് പ്രഖ്യാപിച്ചത് ഇന്നലെയാണ്. തൊട്ടു പിന്നാലെ വിവാദം. വെൽഫെയർ പാർട്ടി നിലപാട് CPIM പ്രചാരണായുധമാക്കുകയാണ്. ഈ കൂട്ടുകെട്ടിന്റെ പ്രത്യാഘാതം നിലമ്പൂരിൽ ഉണ്ടാകുമെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വർഗീയതയ്ക്കെതിരായിട്ട് ഒരു അക്ഷരം ഉണ്ടാൻ അവർക്ക് അവകാശമില്ലാത്ത രീതിയിൽ വർഗീയ ശക്തിയുടെ കൂട്ടുകെട്ടായിട്ട് UDF മാറിയിരിക്കുകയാണ്. അതിന് തീർച്ചയായിട്ടും ഈ നിയോജകമണ്ഡലം ഉൾപ്പെടെ കേരളത്തിലുടനീളം അതിൻ്റെ ഒരു പ്രത്യാഘാതം അവരനുഭവിക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്നാൽ LDFനുള്ള PDP പിന്തുണയെ MV ഗോവിന്ദൻ ന്യായീകരിച്ചു. പീഡിപ്പിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമല്ലേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും നിലപാട് ആദ്യം പരിശോധിക്കണമെന്നും ജമാഅത്ത് ഇസ്ലാമിയുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തിയിട്ടുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ തിരിച്ചടിച്ചു. വെൽഫെയർ പാർട്ടി നൽകിയത് നിരുപാധിക പിന്തുണയെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും. എന്നെ കാണാൻ അവർ തലയിൽ മുണ്ടിട്ടല്ല വന്നത്, ഒരു രഹസ്യ ചർച്ചയല്ല, അവർ നേരിട്ടാണ് വന്നത്. ഇതിനു മുൻപ് ചർച്ച നടത്തിയിട്ടുണ്ട് പിണറായി വിജയൻ. അവർക്ക് ആരുടെയൊക്കെ പിന്തുണയുണ്ടെന്ന് അവരാദ്യം വ്യക്തമാക്കട്ടെ, എന്നിട്ട് UDFന്റെ കാര്യം അന്വേഷിച്ചാൽ പോരെ. നിരുപാധിക പിന്തുണ. ജമാഅത്ത് ഇസ്ലാമി ബന്ധം ചൂണ്ടിക്കാട്ടി മുസ്ലിം ലീഗിനും കോൺഗ്രസിനുമെതിരെ വിമർശനവുമായി AP വിഭാഗം വിദ്യാർത്ഥി സംഘടന SSFന്റെ മുഖവാരിക റിസാലയും രംഗത്തെത്തി. എന്നാൽ വെൽഫെയർ PDP പിന്തുണ ചൂണ്ടിക്കാട്ടി ഇരു മുന്നണികൾക്കുമെതിരെ BJP രംഗത്തെത്തി. രണ്ട് മുന്നണികളും തികഞ്ഞ വർഗീയ കാർഡ് ഇറക്കിയാണ് പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വർഗീയ ശക്തികളുടെ പിന്തുണ തേടി, മതഭീകരവാദ ശക്തികളുടെ പിന്തുണ തേടി തെരഞ്ഞെടുപ്പിൽ ജയിക്കാനുള്ള പരിശ്രമമാണ് LDFും UDFും നടത്തിക്കൊണ്ടിരിക്കുന്നത്. UDF ആഗോള മതഭീകരവാദ സംഘടനയായ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ പരസ്യമായി സ്വീകരിച്ചിരിക്കുക. ഇങ്ങനെ കൊണ്ടും കൊടുത്തും പിന്തുണ ചർച്ച നിലമ്പൂരിൽ കടുക്കുകയാണ്. ടീം 24 നിലമ്പൂർ. ഇപ്പോഴൊരു വാർത്ത തിരുവനന്തപുരത്ത് നിന്ന് വരുന്നുണ്ട്. അവിടെ പോക്സോ കേസ് പ്രതിയെ സ്കൂൾ പ്രവേശനോത്സവത്തിൽ പങ്കെടുപ്പിച്ചത് വിവാദമായിരുന്നു. ആ സംഭവത്തിൽ ഫോർട്ട് സ്കൂൾ HMന് സസ്പെൻഷൻ എന്നുള്ള വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. ഫോർട്ട് സ്കൂൾ HM പ്രദീപ് കുമാറിനെ സസ്പെൻഡ് ചെയ്തു. സ്കൂൾ മാനേജ്മെന്റിന്റേതാണ് ഈ നടപടി. സർക്കാർ നിർദ്ദേശത്തെ തുടർന്നാണ് ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത്. കടുത്ത നടപടി ഉണ്ടാകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഈ വിഷയത്തിൽ. ഇപ്പോൾ അതിന് പിന്നാലെ സർക്കാർ നിർദ്ദേശത്തെ തുടർന്ന് സ്കൂൾ മാനേജ്മെന്റ് HMനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഈ വിഷയത്തിൽ ഫോർട്ട് സ്കൂൾ HM പ്രദീപ് കുമാറിനെയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. നിലമ്പൂരിലേക്ക് മടങ്ങിയെത്തുമ്പോൾ PDPയെയും ജമാഅത്തെ ഇസ്ലാമിയെയും ഒരുപോലെ കാണാനാകില്ല എന്ന് LDF സ്ഥാനാർത്ഥി M സ്വരാജ് 24നോട്. മതരാഷ്ട്രവാദത്തിൽ നിന്ന് ജമാഅത്തെ ഇസ്ലാമി ഇതുവരെ പിന്നോട്ട് പോയിട്ടില്ല. PDP ആകട്ടെ ഇപ്പോൾ മതേതര പക്ഷത്താണ് നിലയുറപ്പിച്ചിട്ടുള്ളത് എന്നും M സ്വരാജ് പറയുന്നു. ശ്രീജിസുകുമാരൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇടതു സ്ഥാനാർത്ഥി M സ്വരാജ് അദ്ദേഹം ചുങ്കത്തറ ടൗണിലാണ്. സ്വരേട്ട, എങ്ങനെയുണ്ട് ചുങ്കത്തറ? സ്വീകരിച്ചോ? ഞാൻ പറഞ്ഞത് ഈ സ്വീകരണം സത്യത്തിൽ വല്ലാത്തൊരു ആവേശം ഉണ്ടാക്കുന്നതാണ്. ഇന്ന് വരെ ഒരു സ്വീകരണ പരിപാടിക്കും കണ്ടിട്ടില്ലാത്തത്ര വലിയ പങ്കാളിത്തവും ആവേശവും തിരതല്ലുന്ന ഒരു സ്വീകരണമാണ്. MV ഗോവിന്ദൻ മാസ്റ്റർ ജമാഅത്ത് ഇസ്ലാമിയുടെ നിലപാടിനെ തള്ളി പറഞ്ഞു. PDP അദ്ദേഹം പക്ഷേ പീഡിപ്പിക്കുന്ന അവരുടെ പ്രതീകമാണ് PDP എന്നാണ് പറഞ്ഞത്. UDFും അത് തന്നെയാണ് പറഞ്ഞത്. നിങ്ങൾ PDPയുടെ വോട്ട് വാങ്ങിയില്ലേ, പിന്നെ ഞങ്ങൾക്ക് എന്തുകൊണ്ട് വെൽഫെയർ പാർട്ടിയുടെ വോട്ട് വാങ്ങാൻ പാടില്ല എന്നാണ്. അതിൽ പേരിലൊന്നും അല്ല കാര്യം. വെൽഫെയർ എന്ന് പറഞ്ഞാൽ വെൽഫെയർ പാർട്ടിയുമായിട്ട് ബന്ധമുള്ളൊരു കാര്യമല്ലല്ലോ. അവരുടെ യുവജന വിഭാഗം രൂപീകരിച്ചപ്പോൾ സോളിഡാരിറ്റി എന്നാണ് പേരിട്ടത്. നമ്മൾ കാണേണ്ടത് ഇപ്പോൾ PDPയെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഇപ്പോൾ മദനി തെറ്റായ നിലപാടുകൾ സ്വീകരിച്ച ഒരു ഭൂതകാലം ചൂണ്ടിക്കാട്ടിയിട്ടാണ് ചിലർ വിമർശിക്കുന്നത്. അന്ന് എല്ലാവരും അദ്ദേഹത്തെ വിമർശിച്ചിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം ആരോപണ വിധേയനായി അദ്ദേഹം ജയിലിലടക്കപ്പെട്ടു.
നീണ്ട കാലത്തെ ജയിൽവാസം കഴിഞ്ഞ് അദ്ദേഹം കുറ്റവിമുക്തനാക്കപ്പെട്ടു. അദ്ദേഹത്തെ നിരപരാധി എന്ന് കണ്ട് കോടതി വിട്ടയച്ചു. അപ്പോൾ എല്ലാവരും അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു. പിന്നീട് അദ്ദേഹം മതനിരപേക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചു. ഇപ്പോൾ ദീർഘകാലമായി മതനിരപേക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹം ഭരണകൂട വേട്ടയെ നേരിടുന്ന ഒരാളാണ്. അപ്പോൾ ആരും അദ്ദേഹത്തെ തള്ളി പറഞ്ഞിട്ടില്ല. ഈ UDFും അദ്ദേഹത്തിൻ്റെ നിലപാടുകളെ തള്ളി പറഞ്ഞിട്ടില്ല. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ UDFന് പിന്തുണ കൊടുത്ത വിഭാഗത്തെ സംബന്ധിച്ചാണെങ്കിൽ അവർ മുൻപോട്ട് വെക്കുന്നത് ഒരു മതരാഷ്ട്രവാദമാണ്. അതാണ് പ്രശ്നം. PDP മതരാഷ്ട്രവാദം മുൻപോട്ട് വെച്ചാൽ ആ പിന്തുണ വേണ്ട എന്ന് പറയാൻ ഒരു മടിയും ഞങ്ങൾക്കുണ്ടാവില്ല. പക്ഷേ അവരങ്ങനെ ഒരു നിലപാടല്ല, അവർ മതനിരപേക്ഷ നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇനി നാളെ ജമാഅത്തെ ഇസ്ലാമി മതനിരപേക്ഷ നിലപാട് സ്വീകരിച്ച് മൗദൂദിയുടെ മതരാഷ്ട്രവാദത്തെയൊക്കെ തള്ളിപ്പറഞ്ഞ് അവർ ഈ കുത്തിത്തിരിപ്പൊക്കെ അവസാനിപ്പിച്ച് സംഘപരിവാരത്തിൻ്റെ മിനി പതിപ്പായി നിലനിൽക്കുന്ന ആശയ പരിസരം ഉപേക്ഷിച്ച് ജനാധിപത്യ മതനിരപേക്ഷത ശക്തിപ്പെടുത്തുന്ന ഒരു നിലപാട് സ്വീകരിച്ച് മുൻപോട്ട് വന്നാൽ അതും സമൂഹം സ്വാഗതം ചെയ്യും. അതിലൊന്നും പ്രശ്നമില്ല. ഇത് ഇപ്പോൾ UDFന് പിന്തുണ കൊടുത്തതിലും എനിക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇനി അങ്ങനെയൊന്നും കരുതണ്ട. കാരണം ഇതൊരു പുതിയ കാര്യമല്ല, അപ്രതീക്ഷിതവുമല്ല. ചേരേണ്ടവർ തമ്മിലാണ് ചേരുക. അപ്പോൾ അത് അവർ ആ നിലയിൽ മുൻപോട്ട് പോകട്ടെ. സിജിൽ ഗുരുവായൂരിനൊപ്പം ശ്രീകുമാരൻ, ടീം 24 നിലമ്പൂർ. UDFനെ പിന്തുണയ്ക്കാനുള്ള വെൽഫെയർ പാർട്ടി നിലപാട് സംബന്ധിച്ച ചോദ്യങ്ങളോട് പ്രതികരിക്കാതെ UDF സ്ഥാനാർത്ഥി. വെൽഫെയർ പാർട്ടി പിന്തുണയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മറുപടി പറയേണ്ടത് നേതൃത്വം എന്നായിരുന്നു UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്തിന്റെ മറുപടി. അതായത് ഈ കാര്യങ്ങളിലൊക്കെ ആധികാരികമായി പറയേണ്ടത് UDFിന്റെ നേതൃത്വം കുഞ്ഞാലിക്കുട്ടി സാഹിബ് വളരെ വ്യക്തവും സുവ്യക്തവുമായി കാര്യങ്ങൾ പറഞ്ഞു. അഖില ഭാരത ഹിന്ദു മഹാസഭ LDFന് പിന്തുണ പ്രഖ്യാപിച്ചത് വിജയരാഘവനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമെന്ന് അഖില ഭാരത ഹിന്ദു മഹാസഭ സംസ്ഥാന പ്രസിഡന്റ് ദത്താത്രേയ സായി സ്വരൂപ്നാഥ് 24നോട് കഴിഞ്ഞ ദിവസം വിജയരാഘവനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പകർത്തിയ ചിത്രവും 24ന് ലഭിച്ചു. ഹിന്ദു മഹാസഭ ഇപ്പോഴുണ്ടോ എന്ന് പോലും അറിയില്ലെന്ന് CPIM നേതാവ് വിജയരാഘവൻ. അവർ RSSൽ ലയിച്ചില്ലേ എന്നും വിജയരാഘവൻ ചോദിച്ചു. തെരഞ്ഞെടുപ്പ് കാലത്ത് പലരും ഓഫീസിൽ വരുമെന്നും വിജയരാഘവൻ പറഞ്ഞു. ഹിന്ദു മഹാസഭ ഇപ്പം ഉണ്ടോ അതിന് എനിക്കറിയില്ല. ഹിന്ദു മഹാസഭ എന്നൊരു സാധനം പണ്ട് സ്വാതന്ത്ര്യ സമരകാലത്ത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അതൊക്കെ ലയിച്ച് RSS ലയിച്ചല്ലേ ജനസംഘം, BJP അങ്ങനെയുള്ള പുതിയ പാർട്ടികൾ ഉണ്ടായി വന്നത്. അപ്പോൾ പിന്നെ അത് വളരെ അപ്രസക്തമായ ഒരു കാര്യമാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് ആഫീസിൽ പലരും വരും. അതിപ്പോൾ പിന്നെ കാവി എടുത്തവർ വരും, പിന്നെ പള്ളിയിലച്ചന്മാർ വരും, മൗലവി വന്നിരുന്നു അവിടെ. അതിങ്ങനെ സാധാരണ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ ആൾക്കാർ വരില്ലേ, അത് വരികയും പിന്നെ ഞങ്ങളോട് സംസാരിക്കുകയും ചെയ്യും. അത് ഓഫീസിൽ വരുന്ന ആൾക്കാർ നമ്മൾ പുറത്തിറക്കി വിടാൻ പറ്റില്ല. രാഷ്ട്രീയ നിലപാടിൽ നമ്മുടെ നാട്ടിൽ BJPയാണ്. BJP ഞങ്ങളും തമ്മിലാണ് രാഷ്ട്രീയ സമരം. RSSും ഞങ്ങളും തമ്മിലുമാണ് രാഷ്ട്രീയ സമരം. RSSും ഞങ്ങളും തമ്മിൽ ഐക്യമോ ബന്ധമോ ഉണ്ടെങ്കിൽ അത് രാഷ്ട്രീയമായൊരു ചതി പ്രയോഗമാണ്. തിരുവനന്തപുരത്ത് നിന്ന് സലീം മാലിക്കും നിലമ്പൂരിൽ നിന്ന് ശ്രീകുമാരനും ചേരുന്നുണ്ട്. ആദ്യം സലീം മാലിക്കിലേക്കാണ്. സലീം, ഈ ഹിന്ദു മഹാസഭാ നേതാവ് എന്താണ് വ്യക്തമാക്കുന്നത്? ഉന്മേഷ്, അഖില ഭാരതീയ ഹിന്ദു മഹാസഭ എന്ന സംഘടനയുടെ നേതാവാണ് ഈ ദത്താത്രേയ സായിബാബ എന്ന ആൾ. അദ്ദേഹം നമ്മളോട് വ്യക്തമാക്കുന്നത് ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട ഈ സംഘടന LDFന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന് തൊട്ട് തലേ ദിവസം തന്നെ LDF നേതാവ് വിജയരാഘവനുമായി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് പിന്തുണ പ്രഖ്യാപിച്ചത് എന്നുള്ളതാണ്. LDF അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടല്ല പിന്തുണ പ്രഖ്യാപിച്ചത്, പക്ഷേ LDF നേതാക്കളുമായി സംസാരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. മാത്രമല്ല, മുൻപ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ LDFനായിരുന്നു പിന്തുണ പ്രഖ്യാപിച്ചത്. സലീം, നേരത്തെ ഹിന്ദു മഹാസഭ മുന്നോട്ട് വെച്ച വാദം വിജയരാഘവനുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് LDFന് പിന്തുണ പ്രഖ്യാപിച്ചത് എന്നുള്ളതായിരുന്നു. നമ്മൾ ആ സംഭാഷണത്തിലേക്ക് പോയതിനു ശേഷം സലീമിലേക്ക് എത്താം. ഇപ്പോൾ 24നൊപ്പം ചേരുന്നത് അഖില ഭാരതീയ ഹിന്ദു മഹാസഭ നേതാവ് ദത്താത്രേയ സായി സ്വരൂപ്നാഥാണ്. സ്വാമി, നിങ്ങളുടെ പാർട്ടി ഇപ്പോൾ ആർക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്? LDFന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നാണ് വാർത്ത വരുന്നത്. അങ്ങനെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അഖില ഭാരത ഹിന്ദു മഹാസഭ കഴിഞ്ഞ
പാർലമെൻറ്റ് ഇലക്ഷനിൽ 20 മണ്ഡലങ്ങളിലും ഹിന്ദു മഹാസഭ LDFിൻ്റെ പ്രഖ്യാപിച്ചിരുന്നു. എല്ലാ മണ്ഡലങ്ങളിലും LDFിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിരുന്നു. അതിപ്പോഴും അത് തന്നെയാണ് പിന്തുടർന്നു വരുന്നത്. ഇപ്പോൾ ഈ വെൽഫെയർ പാർട്ടി UDFിനെ പിന്തുണച്ചതുമായി ബന്ധപ്പെട്ട് വലിയ രാഷ്ട്രീയ ചർച്ചകൾ നടക്കുന്നുണ്ട്. ആ നിലയിൽ ഏതെങ്കിലും തരത്തിൽ ഒരു മതസ്വഭാവമുള്ള സംഘടനകളുമായി LDF ചർച്ച നടത്തില്ല എന്ന് പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ പുറത്ത് നിന്ന് സ്വന്തം നിലയിൽ LDFിനെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചതാണോ അത് ഏതെങ്കിലും നേതാക്കളുമായി ചർച്ച നടത്തിയിട്ടുണ്ടോ? അത് ഹിന്ദു മഹാസഭ വന്നിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്, മതസംഘടനയായിട്ടല്ല. രാഷ്ട്രീയ പാർട്ടിയായിട്ട് തന്നെയാണ് അഖില ഭാരത ഹിന്ദു മഹാസഭ പ്രവർത്തിച്ചു വരുന്നത്, അല്ലാതെ ഒരു മതത്തിൻ്റെ പേരിലല്ല. കാരണം അന്ന് മുതൽ ആ രാഷ്ട്രീയ പാർട്ടിയായിട്ട് പിന്തുണച്ചു വരുന്നു, അതങ്ങനെ തന്നെയാണ് വരുന്നത്. BJPക്ക് സപ്പോർട്ട് ചെയ്തിട്ടല്ല പ്രവർത്തിക്കുന്നത്. നേരത്തെ ഡൽഹിയിൽ വാജ്പേയി മന്ത്രിസഭയിൽ അതോടുകൂടി BJP ആയിട്ടുള്ള എല്ലാ ഇതും വിട്ടുകഴിഞ്ഞു ഹിന്ദു മഹാസഭ. ഇപ്പോൾ LDFിലെ ഏതെങ്കിലും നേതാക്കളുമായി നേരിട്ട് ചർച്ച നടത്തിയിരുന്നു? നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. നേരത്തെ പിന്നെ നമ്മുടെ കോടിയേരി ബാലകൃഷ്ണൻ ആയിട്ട് ചർച്ച നടത്തി തന്നെയായിരുന്നു. വട്ടിയൂർക്കാവ് മുതൽ ഇങ്ങോട്ട് ഇലക്ഷനിൽ വന്നത്. ഇപ്പോൾ ഇന്നലെ അവിടെ നമ്മുടെ വിജയരാഘവൻ സഹായിട്ട് ചർച്ച നടത്തിയിരുന്നു. കാര്യങ്ങളെല്ലാം അവിടെ നിന്ന് തന്നെയായിരുന്നു. LDFുമായിട്ടുള്ള ചർച്ച ഹിന്ദു മഹാസഭ അങ്ങോട്ട് മുൻകൈ എടുത്താണോ അതോ LDF ഇങ്ങോട്ട് മുൻകൈ എടുത്താണോ ചർച്ച നടത്തിയത്? അങ്ങോട്ട് ഇത് തന്നെയായിരുന്നു നേരത്തെ അത് ചെയ്തത്. അത് ഇപ്പോൾ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. സലിം മാലിക് തുടരുന്നുണ്ട്. സലീം, നേരത്തെയും പിന്തുണയുണ്ടായിരുന്നു, അത് ഇപ്പോഴും തുടരുന്നുവെന്ന അങ്ങനെയല്ല അദ്ദേഹം വിശദീകരിക്കുന്ന സലീം. മുൻപ് അത് തന്നെയാണ്. മുൻപും ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും അതിന് മുൻപുമൊക്കെ ഏറെക്കാലമായി LDFിനെ പിന്തുണയ്ക്കുന്ന സംഘടനയാണ് അഖില ഭാരതീയ ഹിന്ദു മഹാസഭ. ഇപ്പോഴും അത് തുടരുന്നു എന്നുള്ളതാണ് പറയുന്നത്. മാത്രമല്ല LDF നേതാവ് A വിജയരാഘവനുമായി കൂടിക്കാഴ്ച നടത്തി എന്നും പറയുന്നു. നേരത്തെ MV ഗോവിന്ദൻ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് ഏത് സ്വാമി, അങ്ങനെ ഒരു സ്വാമിയെ തങ്ങൾക്ക് അറിയില്ല എന്നുള്ളതായിരുന്നു പറഞ്ഞത്. അതിനിടയിലാണ് ഇപ്പോൾ A വിജയരാഘവനും ഒപ്പം നിൽക്കുന്ന ചിത്രം ഉൾപ്പെടെ ഇവർ തന്നെ പുറത്തുവിടുകയും ചെയ്യുന്നത്. അതിനുശേഷം ഈ കൂടിക്കാഴ്ച സ്ഥിരീകരിക്കുകയും ചെയ്യുകയാണ്. നേരത്തെ വാജ്പേയി സർക്കാരിന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. അതിനുശേഷം പിന്നീട് ആ പിന്തുണ അതിനുശേഷം എല്ലാ കാലത്തും LDFിനൊപ്പമാണ് പിന്തുണ നൽകുകയും ചെയ്യുന്നത് എന്നുകൂടി പറയുന്നുണ്ട്. ഇതിനിടയിൽ ഏതെങ്കിലും തരത്തിലുള്ള മതസംഘടനകളുമായി LDF സഹകരിക്കില്ല എന്ന നിലപാടിന് ഇദ്ദേഹം പറഞ്ഞ മറുപടി, ഈ അഖില ഭാരതീയ ഹിന്ദു മഹാസഭ ഏതെങ്കിലും നിലയിൽ ഒരു മതസംഘടനയല്ല, മതേതര സംഘടനയാണ്. അതൊരു രാഷ്ട്രീയ പാർട്ടിയാണ്. 1918 മുതൽ രജിസ്റ്റർ ചെയ്ത രാഷ്ട്രീയ പാർട്ടിയായി പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ്. മാത്രമല്ല നിലമ്പൂരിൽ മാത്രം 5000-ലധികം പ്രവർത്തകരാണ് ഈ സംഘടനയ്ക്കുള്ളത് എന്നും ഇവർ അവകാശപ്പെടുന്നു. 140 നിയോജക മണ്ഡലങ്ങളിലും സംഘടനയ്ക്ക് ആൾബലമുണ്ട് എന്നുകൂടി അവകാശപ്പെടുന്നുണ്ട്. ഉന്മേഷ്, ശരി. ഇപ്പോൾ ശ്രീജിത്ത് ശ്രീകുമാരൻ കൂടി ചേരുന്നുണ്ട്. ശ്രീജിത്ത്, എന്താണ് ഇക്കാര്യത്തിൽ A വിജയരാഘവൻ നൽകുന്ന വിശദീകരണം? ഇത് ആളറിയാതെ നടന്ന കൂടിക്കാഴ്ച എന്നാണോ ശ്രീജിത്ത്? A വിജയരാഘവൻ ഇതിനെ ഒരു പരിഹാസ രൂപേണയുള്ള മറുപടിയാണ് നമുക്ക് നൽകിയത്. അല്പസമയം മുൻപ് മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തിന്റെ പ്രതികരണം ആരാഞ്ഞിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസവും ഇങ്ങനെ ഒരു സ്വാമിയെ നിലമ്പൂർ ഭാഗത്ത് കണ്ടിരുന്നു, ഒരു കഷായ വസ്ത്രധാരിയെ നിലമ്പൂർ ഭാഗത്ത് കാണുകയും ചെയ്തിരുന്നു. അതിനുശേഷം അവരൊരു വാർത്താക്കുറിപ്പ് ഇറങ്ങി. അപ്പോഴൊന്നും ഇതിലൊരു വ്യക്തത വന്നിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഹിന്ദു മഹാസഭ ഇപ്പോഴുണ്ടോ എന്നാണ് A വിജയരാഘവൻ ചോദിക്കുന്നത്. അവർ RSSൽ ലയിച്ചില്ലേ? തിരഞ്ഞെടുപ്പ് കാലത്ത് അങ്ങനെ പലരും വരും. തിരഞ്ഞെടുപ്പ് കാലത്ത് ആവശ്യമില്ലാത്ത വിവാദങ്ങൾ അത് സ്വാഭാവികമാണ്. തങ്ങളങ്ങനെ ഒരു മതസംഘടനയുടെയും പിന്തുണ തേടിയിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമിയുമായാണ് തങ്ങളുടെ വലിയ പോരാട്ടം. RSSും തങ്ങളും തമ്മിലാണ് വലിയ പോരാട്ടം. അതിനിടയിൽ പല സംഘടനകളും അല്ലെങ്കിൽ പല ആളുകളും കാണാൻ വരും. അതൊക്കെ സ്വാഭാവികമാണ്. ഒരാളുടെ പിന്തുണയും തങ്ങൾ അഭ്യർത്ഥിച്ചിട്ടില്ല. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ ആ ചിത്രങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ A വിജയരാഘവൻ പറയുന്നത് അങ്ങനെ ഒരു സംഘടന ഉണ്ടോ എന്ന് പോലും അറിയില്ല എന്നാണ്. എന്തായാലും MV ഗോവിന്ദനോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും നേതാക്കളോ മുൻകൈയെടുത്ത് ഒരു ചർച്ച നടത്തിയതായും നമുക്ക് ഇത്തരത്തിലൊരു വിവരം ലഭിക്കുന്നില്ല. പക്ഷേ A വിജയരാഘവനെ വന്ന് കണ്ടിട്ടുണ്ട്, അദ്ദേഹവുമായി സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായിരിക്കും സംസാരിച്ചിരിക്കുക എന്നതിനെക്കുറിച്ച് ഉള്ളൊരു വ്യക്തതയില്ല. പക്ഷേ അദ്ദേഹം പരിഹാസ രൂപേണയാണ് പറയുന്നത്, പലരും തെരഞ്ഞെടുപ്പ് കാലത്ത് വരും, ഹിന്ദു മഹാസഭ എന്നൊരു സംഘടന ഇപ്പോഴുണ്ടോ എന്നാണ് CPMന്റെ പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ ചോദിക്കുന്നത്. ശരി ശ്രീജിത്ത് ശ്രീകുമാറിനാണ് നിലമ്പൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. നിലമ്പൂരിലേക്ക് വീണ്ടും വിധിയെഴുത്തിന് 10 നാൾ ശേഷിക്കെ നിലമ്പൂരിൽ പ്രചാരണം ചൂടുപിടിച്ചു. മന്ത്രിമാർ ഉൾപ്പെടെ M സ്വരാജനായി മണ്ഡലത്തിൽ സജീവമാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെ UDF നേതാക്കൾ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. തൃണമൂൽ കോൺഗ്രസ് ദേശീയ നേതാക്കളെ മണ്ഡലത്തിൽ എത്തിക്കാനാണ് PV അൻവറിന്റെ ശ്രമം. NDAയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് BJP നേതാവ് K സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സ്ഥാനാർത്ഥി മികവിൽ നിലമ്പൂരിൽ വിജയിച്ച് കയറാം എന്നാണ് ഇന്ന് ചേർന്ന CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ. ഇനി ശേഷിക്കുന്നത് 10 നാൾ മാത്രം. നേതാക്കളും കൂടുതൽ പ്രവർത്തകരും മണ്ഡലത്തിലേക്ക് ഒഴുകിയെത്തുകയാണ്. LDF ക്യാമ്പിനായി മന്ത്രിമാരുടെ നേതൃത്വത്തിലാണ് പ്രചാരണം. KB ഗണേഷ് കുമാർ, V ശിവൻകുട്ടി, R ബിന്ദു അടക്കമുള്ളവർ മണ്ഡലത്തിലുണ്ട്. അൻവർ LDFനെ ചതിച്ച് നിലമ്പൂരിലെ ജനങ്ങളെ ചതിച്ചു പോയ ആളാണ്. അതൊക്കെ എന്തോ ഒരു കുഴപ്പമുണ്ട്, എന്താണെന്ന് മനസ്സിലാവുന്നില്ല.
പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള UDF നേതാക്കളും ആര്യാടൻ ഷൗക്കത്തിനായി സജീവ പ്രചാരണത്തിലാണ്. BJPയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഇന്ന് കെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വർഗീയ ശക്തികളുടെ പിന്തുണ തേടി, മതഭീകരവാദ ശക്തികളുടെ പിന്തുണ തേടി തെരഞ്ഞെടുപ്പിൽ ജയിക്കാനുള്ള പരിശ്രമമാണ് LDFും UDFും നടത്തിക്കൊണ്ടിരിക്കുന്നത്. PV അൻവറിനായി തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ പ്രചാരണത്തിനെത്തുമോ എന്നതാണ് ഇനിയുള്ള കൗതുകം. നിലമ്പൂരിൽ M സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം ഗുണം ചെയ്തുവെന്ന് ഇന്ന് മലപ്പുറത്ത് ചേർന്ന CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തി. ഇത് വോട്ടായി മാറിയാൽ വിജയം അനായാസമെന്നാണ് പാർട്ടിയുടെ കണക്കുകൂട്ടൽ. ടീം 24 നിലമ്പൂർ. നിലമ്പൂരിൽ UDFന്റെ വിജയം ഉറപ്പെന്ന കെ മുരളീധരൻ 24നോട്. രാഷ്ട്രീയവും വികസനവും നിലമ്പൂരിൽ ചർച്ചയാകും. ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ UDFനെ കുറ്റപ്പെടുത്തി പരാജയം മറച്ചുവെക്കാനാണ് LDFന്റെ ശ്രമം. ഇത്രയും കഴിവുകെട്ട വനമന്ത്രി ഇതിനു മുൻപുണ്ടായിട്ടില്ല. CPIM നേതാവ് A വിജയരാഘവൻ മണ്ഡലത്തിൽ ഉള്ളത് തങ്ങളുടെ ഭൂരിപക്ഷം കൂടാൻ കാരണമാകുമെന്നും കെ മുരളീധരൻ. UDFന്റെ പ്രചരണം ശക്തമായി മുന്നോട്ട് പോവുകയാണ്. എന്താണ് മണ്ഡലത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്? UDFന്റെ വിജയം ഉറപ്പാണ്. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് തുടക്കം മുതൽക്കുള്ള കോൺഫിഡൻസ് ഇപ്പോഴും ഉണ്ട്. ഒരു മാറ്റവും ഇല്ല. നല്ല ഭൂരിപക്ഷത്തോടെ ജയിക്കാൻ കഴിയും. രാഷ്ട്രീയ പോരാട്ടമാണ് നിലമ്പൂരിലേത്. മറ്റു ഉപതെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് രാഷ്ട്രീയമാണ് നിലമ്പൂരിൽ ചർച്ചയാകുന്നത്. രാഷ്ട്രീയവും വികസനവും എല്ലാം ചർച്ച ചെയ്യട്ടെ. എല്ലാം ഞങ്ങൾ എല്ലാത്തിനും തയ്യാറാണ്. വിദ്യാർത്ഥിയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് AK ശശീന്ദ്രനും LDF നേതൃത്വവും കടുത്ത വിമർശനമാണ് UDFനെതിരെ നടത്തുന്നത്. സ്വന്തം പരാജയം മറച്ചുവെക്കാൻ UDFന്റെ തലയിട്ടിട്ടൊന്നൊരു കാര്യമില്ല. ഇന്നലത്തെ സംഭവത്തിൽ സർക്കാരിന് ഉത്തരവാദിത്വമുണ്ട്. പ്രത്യേകിച്ച് KSEBക്ക് ഉത്തരവാദിത്വമുണ്ട്. വനംവകുപ്പ് അമ്പേ പരാജയമാണ്. അത് സ്വന്തം പരാജയം മറച്ചുവെക്കാൻ ഇത്രയും പരാജയപ്പെട്ടൊരു വനം മന്ത്രി കേരളത്തിന്റെ ചരിത്രത്തിലുണ്ടായി. പ്രധാനമായ ഒരു വിമർശനം പോളിറ്റ് ബ്യൂറോ അംഗമായ A വിജയരാഘവൻ ഉന്നയിച്ചത് ഈ പ്രതിയും പ്രതിയെ സഹായിച്ചവരും കോൺഗ്രസ് പ്രവർത്തകരാണ്, ആര്യാടൻ ഗ്രൂപ്പിൽപ്പെട്ട ആളുകളാണ് എന്നാണ്. ഞാൻ പറയട്ടെ, ഒരു സംഭവം നടക്കുമ്പോൾ അന്വേഷിക്കേണ്ട ചുമതല ഗവൺമെന്റാണ്. അതല്ലാതെ വിടുവായുത്തം പറയരുത്. പിന്നെ വിജയരാഘവൻ പലതും പറയും. വിജയരാഘവൻ ഈ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ തന്നെ ഉള്ളതാണ് ഞങ്ങളുടെ ഭൂരിപക്ഷം വർദ്ധിക്കാനുള്ള ഏറ്റവും വലിയ സാഹചര്യം ഉണ്ടാക്കുക. അത് ഇവിടെ തന്നെ ഉണ്ടാവണമെന്നാണ് ഞങ്ങൾക്ക് പറയാണ്. എന്തായാലും ഈ വിഷയങ്ങൾ വലിയ ചർച്ചയായി UDF ഉന്നയിക്കുമെന്ന് തന്നെയാണ് കെ മുരളീധരനും പറഞ്ഞു വെക്കുന്നത്. നിലമ്പൂരിലേക്ക് തിരികെ. പന്നിക്കളിയിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ച അബ്ദുൾ റഷീദിന് നീതി വേണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു. കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്നാണ് ആവശ്യം. നിലമ്പൂർ മുക്കട്ട സ്വദേശിയായ അബ്ദുൾ റഷീദ് മീൻ പിടിക്കാൻ പോയപ്പോഴാണ് പന്നിക്കളിയിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ചത്. വെള്ളക്കട്ട സ്വദേശി അനന്തുവിന്റേതിന് സമാനമാണ് അബ്ദുൾ റഷീദിന്റെയും മരണം. മീൻ പിടിക്കാനായി പോയപ്പോൾ പന്നിക്കണിയിൽ നിന്ന് ഷോക്കേൽക്കുകയായിരുന്നു. ഇതിൽ അനീഷ് എന്നയാളെ മാത്രമാണ് അറസ്റ്റ് ചെയ്തത്. കൂടുതൽ പ്രതികളുണ്ടെന്നും കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചത്. ഈ പ്രതികൾ ഒരു കാരണവശാലും രക്ഷപ്പെടരുത്. പോലീസ് നമുക്ക് ഇതിനെന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്നാണ് നമുക്ക് ആവശ്യപ്പെടാറ്. നഷ്ടപരിഹാരം നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, വീട്ടുകാർക്കും 2 കുട്ടികളാണ് ഇപ്പോൾ ഉള്ളത്. നഷ്ടപരിഹാരം ആവശ്യമുണ്ട്. ഇതുവരെയും ധനസഹായം പ്രഖ്യാപിച്ചിട്ടില്ല. KSEB മറ്റു നടപടികളും കൈക്കൊണ്ടില്ല. നീതി വേണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. 3 പ്രതികൾ കൂടിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. 2 പ്രതികൾ ഇപ്പോഴും കിട്ടാനുണ്ട്. അതിലൊരു അന്വേഷണം ഇതുവരെ കിട്ടിയിട്ടില്ല. നമുക്ക് പോലീസിൽ നിന്നൊരു ഫയൽ പോകണം, എന്നാലേ അവർക്ക് കേസെടുക്കാൻ കഴിയുള്ളൂ. ഞങ്ങൾ നേരിട്ട് പോയി പരാതി കൊടുത്തതാണ്. വാടക വീട്ടിൽ നിന്ന് വൈദ്യുതി വലിച്ച് തോടിന് സമീപം സ്ഥാപിച്ച കെണിയിൽ കടത്തിവിടുകയായിരുന്നു. മെയ് 26-നാണ് അബ്ദുൾ റഷീദ് മരിച്ചത്. ടീം 24 നിലമ്പൂർ.